Hi dear friends, Assalamu alaikum. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണിത്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനിപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചാമ്പക്കയാണ് എടുത്തിട്ടുള്ളത്, റോസാപ്പിളാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് ഇതിൻ്റെ ഉള്ളിലത്തെ കുരു എല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഞാനിത് കഴുകി എടുത്തിട്ടുള്ള ചാമ്പക്കയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരു എല്ലാം ഒന്ന് ഒഴിവാക്കിയെടുക്കാം. കുരുവെല്ലാം ഒഴിവാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിത് ജ്യൂസാക്കി എടുക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ എല്ലാ ചാമ്പക്കയും ഇതുപോലെ അങ്ങ് റെഡിയാക്കി എടുക്കാം. ഇപ്പം നമ്മളെല്ലാം ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് റെഡിയാക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചാമ്പക്ക ഫസ്റ്റ് നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള ചാമ്പക്കയാണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക, എങ്കിലേ നമ്മുടെ ജ്യൂസിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മുടെ ചാമ്പക്കയുടെ പുളിക്കനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ പഞ്ചസാര കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഞാനിപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. കൂടുതൽ നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് വാട്ടർ വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നല്ലതുപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്, ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് കുടിക്കുമ്പോഴാണ് നമ്മുടെ ജ്യൂസിനൊരു പ്രത്യേക ടേസ്റ്റ്. അപ്പം ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ മുഴുവനായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഗ്ലാസ് എടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഐസ് ക്യൂബാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ജ്യൂസ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചാമ്പക്ക വീട്ടിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.